ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിത് നമ്മൾ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് കുറേ കറി ഉണ്ടാക്കിയതാണ്. 100 റുപ്യേൻ്റെ ബീഫ്, ഒരു 10 അല്ലി ചെറിയ ഉള്ളിയും ഒരു വലിയ ഉള്ളിയും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു തക്കാളി അത് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിട്ടാണ്. പിന്നെ ഒരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഉള്ളി ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം വഴന്ന് വരും ഉള്ളി. ഇനി ബീഫ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാന്ന് അത് നമുക്കൊന്ന് കഴുകിയെടുക്കണം. പിന്നെ നമ്മൾ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി അത് അരച്ചിട്ട് വാടിയ ഉള്ളിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം ആ ഉള്ളീൻ്റെ പച്ച മണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ബീഫായതുകൊണ്ട് ഉള്ളി അധികം വഴറ്റണമെന്നില്ല, ബീഫിന് വേവുണ്ടല്ലോ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 നമ്മളെ ടേബിൾ സ്പൂണിൻ്റെ ഡബിള് 2 ടേബിൾ സ്പൂണ് അത് ഇറച്ചി മസാലപ്പൊടി, അങ്ങനെ എടുത്താൽ മതി. പിന്നെ ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മസാലപ്പൊടിയിലൊന്ന് പിടിക്കുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആ മിക്സി ഒന്ന് കഴുകിയിട്ട് ഒഴിച്ച് കൊടുത്തതാണ്. ഇനിയുണ്ടല്ലോ നമ്മൾ 1 സ്പൂണ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ എന്താ പറയുക, ഇങ്ങനെ തിളച്ച് തൂവില്ല. കുക്കറിൻ്റെ മൂടിയിൽ നല്ല വൃത്തി ഉണ്ടാവും, അല്ലാണ്ട് പതച്ച് ഇങ്ങനെ ഒരു വൃത്തികേടാവൂലേ, അങ്ങനെ ആവില്ല 1 സ്പൂൺ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ. ഇനി ഞാൻ നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ഒരു കഷ്ണം ചേന, ഒരു പച്ചക്കായ്, 2 ചെറിയ ഉരുളക്കിഴങ്ങ് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഇത്തിരിയും കൂടി ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മളെ സ്പൂണ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ബീഫ് ഏകദേശം വെന്തതിന് ശേഷമാണ് ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുക്കറിൻ്റെ മൂടി കണ്ട നല്ല വൃത്തിയില്ലേ, ഒന്നും വൃത്തികേടാവില്ല ആ സ്പൂൺ അങ്ങനെ ചെയ്ത് കൊടുത്താൽ. അതാ നമ്മളെ ബീഫും പച്ചക്കറിയും എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് മാറ്റി കൊടുത്ത്, പിന്നെ കുറച്ചും കൂടി തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത്, പിന്നെ മല്ലി ചപ്പ്, കറിവേപ്പില, 2 പച്ചമുളക് അത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി തൂവിക്കൊടുക്കുക. അടിപൊളിയല്ലേ? അപ്പോൾ എത്ര ആൾക്ക് കഴിക്കാം? ശരിക്കൊരു 5-6 ആൾക്ക് കഴിക്കേണ്ട കറിയായി. വയനാട്ടിലുള്ള ഓരെല്ലാം ബീഫ് കറി വെക്കുമ്പോൾ ഇങ്ങനെ വെക്കുക, കുറേ പച്ചക്കറി ഇട്ട് കൊടുക്കുക. അതിൽ നല്ല രസമാണ്. ഓല് പിന്നെ ഇത് ഉള്ളിയൊന്നും വാട്ടുമൊന്നുമില്ല, അപ്പാടനെ വെക്കുക.